പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായി നമ്മൾ സെക്ഷൻ ബി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ഗ്രെറ്റ തൻബർഗ് സീ സ്ട്രെയിൻസ് റിഗാർഡിംഗ് ദ ഗ്ലോബൽ വാർമിംഗ് വെൻ ഷി വാസ് 8 years old? തനിക്ക് 8 വയസ്സുള്ളപ്പോൾ ആഗോളതാപനത്തെക്കുറിച്ച് ഗ്രെറ്റ തൻബർഗ് വിചിത്രമായി തോന്നിയത് എന്താണ്? ആൻസർ: at the age 8, Greta Thunberg found it strange that climate change was not the top headline in the all media, questioning why humanity was not treating it with the same urgency as a world war. If our existence was truly threatened, she found the lack of action and conversation regarding the climate crisis incredibly baffling. 8-ാം വയസ്സിൽ കാലാവസ്ഥ വ്യതിയാനം എല്ലാ മാധ്യമങ്ങളിലും പ്രധാന വാർത്തയില്ലെന്ന് ഗ്രേറ്റ തൻബർഗ് വിചിത്രമായി കണ്ടെത്തി. നമ്മുടെ നിലനിൽപ്പിന് യാഥാർത്ഥ്യത്തിൽ ഭീഷണിയുണ്ടെങ്കിൽ മനുഷ്യരാശി എന്തുകൊണ്ടാണ് അതിനൊരു ലോക മഹായുദ്ധത്തിൻ്റെ അതേ അടിയന്തരതയോടെ കാണാത്തതെന്ന് അവർ ചോദിച്ചു. കാലാവസ്ഥാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള നടപടികളെയും സംഭാഷണങ്ങളെയും അഭാവം അവർക്ക് അവിശ്വസനീയമാം വിധം അമ്പരപ്പിക്കുന്നതായി തോന്നി. അടുത്ത 17ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വീക്ക് ആൻഡ് സ്ട്രോങ് AI? വീക്ക് AIയുടെയും സ്ട്രോങ് AIയുടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആൻസർ: വീക്ക് AI ഈസ് ഡിസൈൻഡ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് സച്ച് ആസ് വോയിസ് അസിസ്റ്റൻസ്, സിറി, അലക്സ, recommendation engines or image recognition using limited specialized data. It lacks consciousness or general intelligence. In contrast, strong AI, artificial general intelligence, is a theoretical human-like intelligence capable of self-awareness, reasoning, and adapting across any domain. പരിമിതമായ പ്രത്യേക ഡാറ്റ ഉപയോഗിച്ച് വോയിസ് അസിസ്റ്റന്റുമാർ, അതായത് സിറി, അലക്സ, ശുപാർശ എഞ്ചിനുകൾ അല്ലെങ്കിൽ ഇമേജ് തിരിച്ചറിയൽ തുടങ്ങിയ നിർദ്ദിഷ്ട ജോലികൾ നിർവഹിക്കുന്നതാണ് വീക്ക് AI രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന് ബോധമോ പൊതുബുദ്ധിയോ ഇല്ല. ഇതിന് വിപരീതമായി സ്ട്രോങ് AI, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് AGI എന്നത് ഏത് ഡൊമൈനിലും സ്വയം അവബോധം, യുക്തിസഹീകരണം, പൊരുത്തപ്പെടുത്തൽ എന്നിവയ്ക്ക് കഴിവുള്ള ഒരു സൈദ്ധാന്തിക മനുഷ്യ സമാന ബുദ്ധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മലാലാസ് ഫാദർ കമ്മറേറ്റ്സ് ഹെർ ബർത്ത് ആൻഡ് വൈ? മലാലയുടെ പിതാവ് അവളുടെ ജനനം എങ്ങനെയാണ് അനുസ്മരിച്ചത്, എന്തുകൊണ്ട്? അതിനു മുമ്പ് 18ാമത്തെ ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ മാജിക്കൽ റിയലിസം? മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ: magical realism is a literature and artistic genre that presents a realistic, mundane or historical worlds while seamlessly incorporating magical, supernatural or fantastical elements without explanation. It treats the extraordinary as ordinary, using these elements as metaphors to explore complex realities, identity, and politics, often rooted in Latin American folklore or mythic traditions. മാജിക്കൽ റിയലിസം എന്നത് ഒരു സാഹിത്യകലാ വിഭാഗമാണ്. അത് ഒരു റിയലിസ്റ്റിക്, ലൗകിക അല്ലെങ്കിൽ ചരിത്ര ലോകത്തെ അവതരിപ്പിക്കുകയും അതേസമയം മാന്ത്രിക, അമാനുഷിക അല്ലെങ്കിൽ അതിശയകരമായ ഘടകങ്ങൾ വിശദീകരണമില്ലാതെ, തടസ്സമില്ലാതെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ലാറ്റിൻ അമേരിക്കൻ നാടോടി കഥകൾ അല്ലെങ്കിൽ പുരാണ പാരമ്പര്യങ്ങൾ വേരൂന്നിയ സങ്കീർണമായ യാഥാർത്ഥ്യങ്ങൾ, ഐഡന്റിറ്റി, രാഷ്ട്രീയം എന്നിവ പര്യവേക്ഷണം ചെയ്യുന്നതിന് ഈ ഘടകങ്ങളെ രൂപകങ്ങളായി ഉപയോഗിക്കുകയും സാധാരണമായതിനെ സാധാരണമായി കണക്കാക്കുകയും ചെയ്യുന്നു. അടുത്ത 19ാമത്തെ ചോദ്യം, ഹൗ ഡിഡ് മലാലാസ് ഫാദർ കമ്മറേറ്റ്സ് ഹെർ ബർത്ത് ആൻഡ് വൈ? മലാലയുടെ പിതാവ് അവളുടെ ജനനം എങ്ങനെയാണ് അനുസ്മരിച്ചത്, എന്തുകൊണ്ട്? ആൻസർ: സിയാവുദ്ദീൻ യൂസഫ്സായി സെലിബ്രേറ്റഡ് മലാലാസ് 1997 birth by inviting friends to celebrate, showering her with money and gifts, and in a significant break from tradition, adding her name to the family.
family's patriarchal family tree. He did this to protest the societal norm that only celebrated the birth of sons and to affirm his belief in gender equality. 1997 മലയാളിയിലെ ജനനം ആഘോഷിച്ചത് സുഹൃത്തുക്കളെ ആഘോഷത്തിനായി ക്ഷണിച്ചുകൊണ്ടും പണവും സമ്മാനങ്ങളും നൽകിക്കൊണ്ടും പാരമ്പര്യത്തിൽ ഗണ്യമായ ഒരു വ്യത്യാസമുണ്ടാക്കി. കുടുംബത്തിൻ്റെ പ്രജാധിപത്യ കുടുംബ വൃക്ഷത്തിൽ അവരുടെ പേര് ചേർത്തുകൊണ്ടുമാണ്. ആൺമക്കളുടെ ജനനം മാത്രം ആഘോഷിക്കുന്ന സാമൂഹ്യ മാനദണ്ഡത്തിനെതിരെ പ്രതിഷേധിക്കാനും ലിംഗസമത്വത്തിലുള്ള തൻ്റെ വിശ്വാസം ഉറപ്പിക്കാനുമാണ് അദ്ദേഹം ഇത് ചെയ്തത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി 2 ഒബ്ജക്റ്റീവ്സ് ഫോർ ദ ഫ്രീ ഇന്ത്യ ലിസ്റ്റ് ഔട്ട് ബൈ ജവഹർലാൽ നെഹ്റു ഇൻ ഹിസ് സ്പീച്ച് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യക്കായി മുന്നോട്ട് വെച്ച 2 ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? Answer. In his Tryst with Destiny speech, Jawaharlal Nehru outlined several objectives for free India, primary among them being the commitment to end poverty, ignorance and disease. Another major objective was to build a prosperous, democratic and progressive nation, fostering unity and creating social, economic and political institutions that ensure justice for all. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന തൻ്റെ പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യക്കായി നിരവധി ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. അവയിൽ പ്രധാനം ദാരിദ്ര്യം, അജ്ഞത, രോഗം എന്നിവ അവസാനിപ്പിക്കാനുള്ള പ്രതിബദ്ധതയാണ്. മറ്റൊരു പ്രധാന ലക്ഷ്യം സമ്പന്നവും ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക, ഐക്യം വളർത്തുക, എല്ലാവർക്കും നീതി ഉറപ്പാക്കുക, സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുക എന്നിവയായിരുന്നു. 21ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഒക്കേഷൻ ഓഫ് ദ സ്പീച്ച് എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി? എ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം നടത്തിയ സന്ദർഭത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ്? ആൻസർ. Jawaharlal Nehru's Tryst with Destiny speech delivered at midnight on August 14, 1947 marks the historic transition of India from British colonial rule to an independent nation. It symbolizes the triumph of the freedom struggle, the birth of a new sovereign state, and commitment to democracy, unity and service. 1947 ഓഗസ്റ്റ് 14, 15 തീയതികളിൽ അർദ്ധരാത്രി നടത്തിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയത്തെയും ഒരു പുതിയ പരമാധികാര രാഷ്ട്രത്തിൻ്റെ ജനനത്തെയും ജനാധിപത്യം, ഐക്യം, സേവനം എന്നിവയോടുള്ള പ്രതിബദ്ധതയും പ്രതീകപ്പെടുത്തുന്നു. അടുത്ത 22ാമത്തെ ചോദ്യം. Why does John Lennon use in word hope? എന്തുകൊണ്ടാണ് ജോൺ ലെനൻ ഹോപ്പ്, പ്രതീക്ഷ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? Answer. John Lennon uses the word hope in his song Imagine to transform his utopian vision from a merry daydream into a call for collective action, inviting the listener to believe that a peaceful world is possible. The phrase "I hope someday you will join us" bridges the gap between his idealism and listeners' reality, suggesting that if enough people share this vision, it can become reality. ജോൺ ലെനൻ തൻ്റെ ഇമാജിൻ എന്ന ഗാനത്തിൽ പ്രതീക്ഷ എന്ന വാക്കുപയോഗിച്ച് തൻ്റെ യൂട്ടോപ്യൻ ദർശനത്തെ വെറും പകൽ സ്വപ്നത്തിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലുള്ള ആഹ്വാനമാക്കി മാറ്റുന്നു. സമാധാനപരമായ ഒരു ലോകം സാധ്യമാണെന്ന് ശ്രോതാവിനെ വിശ്വസിക്കാൻ ക്ഷണിക്കുന്നു. ഒരു നാൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന വാചകം അദ്ദേഹത്തിൻ്റെ
ആദർശവാദത്തെയും ശ്രോതാവിൻ്റെ യാഥാർത്ഥ്യത്തിനും ഇടയിലുള്ള വിടവ് നികത്തുന്നു. ഈ ദർശനം ധാരാളം ആളുകൾ പങ്കിടുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത 23ാമത്തെ ചോദ്യം. വൈ ഡിഡ് ആഷു ഓഫൻ പ്രേ ഫോർ ദ എർത്ത് ടു diverge away so that the could disappear inside? ഭൂമി പിളർന്ന് തനിക്കുള്ളിലേക്ക് അപ്രത്യക്ഷനാകാൻ ആശു പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ. ഇൻ രവീന്ദ്രനാഥ് ടാഗോർ എ ഷോർട്ട് സ്റ്റോറി ഗിന്നി ട്രാൻസ്ലേറ്റ് ആസ് ദ ഹൗസ് വൈഫ് ഓർ ദ മിസ്ട്രസ് ഓഫ് ദ ഹൗസ്, ദ യങ് സെൻസിറ്റീവ് ക്യാരക്ടർ ആഷു പ്രേസ് ഫോർ ദ earth to divide or diverge away and swallow him up because of intense embracement, humiliation and bullying by his peers and teacher. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗിന്നി എന്ന ചെറുകഥയിൽ ഹൗസ് വൈഫ് അല്ലെങ്കിൽ ദി മിസ്ട്രസ് ഓഫ് ദി ഹൗസ് എന്ന വിവർത്തനം ചെയ്തിരിക്കുന്നു. ചെറുപ്പക്കാരനും സെൻസിറ്റീവുമായ കഥാപാത്രമായ ആശു തൻ്റെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമുള്ള കടുത്ത നാണക്കേട്, അപമാനം, ഭീഷണി എന്നിവ കാരണം ഭൂമി വിഭജിക്കപ്പെടാനും അല്ലെങ്കിൽ വ്യതിചലിക്കപ്പെടാനും തന്നെ വിഴുങ്ങാനും പ്രാർത്ഥിക്കുന്നു. 24ാമത്തെ ചോദ്യം. ഹു ആർ ദ ഡിക്റ്റാറ്റേഴ്സ് മെൻഷൻഡ് ഇൻ ദ പോയം ദ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി? ദി യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന കവിതയിൽ പരാമർശിക്കുന്ന സ്വേച്ഛാധിപതികൾ ആരാണ്? ഇൻ പാബ്ലോ നെരൂദാസ് പോയംസ് ദ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി ദ ഡിക്റ്റാറ്റേഴ്സ് റിഫേഴ്സ് ആസ് പാർട്ട് ഓഫ് ദ ഡിക്റ്റാർഷിപ്പ് ഓഫ് ഫൈൽസ് ആർ ട്രൂജിലോ, ഡൊമിനിക് റിപ്പബ്ലിക്, റാഫേൽ, ട്രൂജിലോ, ഡാച്ചോ, നിഗ്രാഗോയിലെ അനസ്താസിയോ സോമാസ ഗാർസിയ, കാരിയാസ്, ഹോണ്ടറാസിലെ ഡിവർസിയോ കാരിയാസ് ആൻറ്റിനോ മാർട്ടിനസ്, എൽ സാൽവഡോറിലെ മാക്സിമിലിയാനോ ഹെർണാണ്ടസ് മാർട്ടിനസ്, യൂബിക്കോ, ഗോട്ടിമാലയിലെ ജോർജ് യൂബിക്കോ. 25ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ആൻഡ് വെയർ വാസ് the speech Globalization and Human Imagination delivered by ശശി തരൂർ? ഗ്ലോബലൈസേഷൻ ആൻഡ് ഹ്യൂമൻ ഇമാജിനേഷൻ എന്ന പ്രസംഗം ശശി തരൂർ എവിടെ എപ്പോൾ നടത്തി? ശശി തരൂർ ഡെലിവേർഡ് ഹിസ് സ്പീച്ച് ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ഹ്യൂമൻ ഇമാജിനേഷൻ ആസ് ദ ഓപ്പണിംഗ് അഡ്രസ് അറ്റ് ദ 3rd International Literature Festival Berlin on September 10, 2003. The address was held at the Berliner Ensemble in Berlin, Germany, and was later adapted into chapter his book Bookless in Baghdad. 2003 സെപ്റ്റംബർ 10 ബെർലിനിലെ 3ാം അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ ഉദ്ഘാടന പ്രസംഗമായി ശശി തരൂർ ആഗോളവൽക്കരണവും മനുഷ്യഭാവനയും എന്ന പ്രസംഗം നടത്തി. ജർമ്മനിയിലെ ബെർലിനിലെ ബെർലിനർ എൻസെമ്പിളിൽ വെച്ചായിരുന്നു ഈ പ്രസംഗം നടന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ബുക്ക്ലെസ് ഇൻ ബഗ്ദാദിലെ ഒരു അധ്യായമായി ഇത് രൂപാന്തരപ്പെടുത്തി. അപ്പോൾ ഇതോടുകൂടി സെക്ഷൻ ബി അവസാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് ലഭിക്കാനായി ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.